ഒരു പ്രൈവറ്റിന് ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ എല്ലാ ക്ലീനിങ്ങും ട്രിവാൻഡ്രം സിറ്റി കൊടുത്തിരിക്കുന്നത് പോലെ വിദേശ രാജ്യങ്ങളിലുള്ള പോലെ അവരെ ഹോട്ടലിൻ്റെ പരിസരത്തുള്ള സ്ഥലം എല്ലാം പുല്ലുവെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്യേണ്ടത് അവരെ ജോലിയാണ്. നമ്മളൊരു വീട്ടിൽ പോയിട്ട് പിന്നെ പ്ലാസ്റ്റിക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വിരട്ടയല്ല ചെയ്യേണ്ടത്. അങ്ങനെ അല്ലാത്ത ഇവർക്ക് കോടിക്കണക്കിന് രൂപ ഫൈൻ അടയ്ക്കണം. ഫൈൻ അടച്ചിട്ട് അത് വെട്ടി വൃത്തിയാക്കണതിൻ്റെ പൈസ ഈടാക്കണം. യൂറോപ്പിൽ ചെയ്താൽ പോരാ, അമേരിക്കയിൽ ചെയ്താൽ പോരാ, നമ്മുടെ നാട്ടിൽ ചെയ്യണം. ഉള്ളവൻ്റേതാണ് എടുക്കേണ്ടത്. അല്ലാതെ മറ്റേ ഒരു 500 സ്ക്വയർ ഫീറ്റ് വീടോ 750 സ്ക്വയർ ഫീറ്റ് വീട് വാങ്ങിച്ചു വെച്ചിരിക്കണ ഒരു പാവപ്പെട്ടവൻ്റേതാണോ നമ്മൾ ഈ പൈസ പിടിച്ചെടുക്കേണ്ടത്? 60 രൂപ മദ്യ 350 രൂപയ്ക്ക് വിറ്റിട്ടാണോ കാശുണ്ടാക്കേണ്ടത്? അങ്ങനെയല്ലെന്നാണ് ഞാൻ പറയണേ. ഇതുപോലെയുള്ള വമ്പ സംരംഭങ്ങളെ വിളിച്ചു വരുത്തണം, അവർക്ക് സബ്സിഡി കൊടുക്കണം. പക്ഷെ ചുറ്റുമുള്ള പരിസരങ്ങളെല്ലാം വൃത്തിയാക്കേണ്ട ജോബ് അവരിലോട്ട് അത് ക്ലിയർ ആക്കണമെന്നാണ് ചെയ്യണം. ശരിയല്ലെങ്കിൽ പക്ഷേ എതിർത്തോ. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നൊബക് ചാനലാണ് എൻ്റെ നാട്. അതിൽ എൻ്റെ നാടെന്ന് പറഞ്ഞ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോകളെല്ലാം. നിങ്ങൾ എൻ്റെ നാടെന്നുള്ള എൻ്റെ പ്രോഗ്രാം കാണൂ. അതിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ മുക്കിലും എല്ലാ പഞ്ചായത്തും എല്ലാം ഞാൻ അരിച്ചെടുക്കുകയാണ്. 200 എപ്പിസോഡിന് പോകുന്നുണ്ടാവും. നിങ്ങൾ നൊബക് എന്നുള്ള എൻ്റെ ചാനൽ, അതിൽ എൻ്റെ നാടെന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. നൊബക് എൻ്റെ നാടെന്ന് ചാനലിൻ്റെ പേര് നൊബക്, പ്രോഗ്രാമിൻ്റെ പേര് എൻ്റെ നാട്. ഒപ്പം നൊബക് പ്രപഞ്ചം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ മറ്റ് വാർത്തകളും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഞാൻ ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് പോണത്. മറ്റൊരു വിഷയത്തിനോടും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതിനിടയിൽ ആരെങ്കിലും എന്നോട് സംസാരിക്കുക ഷെയർ ചെയ്യുന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യങ്ങളോടും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, സൈനിങ് ഓഫ്, നൊബക്.